കോതമംഗലം KSRTC ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിനിടെ സ്വകാര്യ ബസ് വേഗത്തിൽ ഹോൺ അടിച്ചതിൽ നടപടിയെടുത്ത് മന്ത്രി KB ഗണേഷ് കുമാർ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ RTOയ്ക്ക് നിർദ്ദേശം നൽകി. കോതമംഗലം KSRTC ബസ് ടെർമിനലിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അതുവഴി ഹോൺ മുഴക്കി അതിവേഗതയിൽ കടന്നുപോയ സ്വകാര്യ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയത്. കോതമംഗലം MLA ആന്റണി ജോൺ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നുപോയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിനിടെ വിഷയം എടുത്തിട്ടു. ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർ എഞ്ചിൻ വരികയാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഞാനും പേടിച്ചുപോയി. നിറയെ ആളെയും കൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിലാണ് ബസ് പോയത്. ബസ് സ്റ്റാൻഡിനകത്ത് ഇത്രയും ഹോണടിക്കേണ്ട ആവശ്യമെന്താണെന്നും ഗണേഷ് കുമാർ ചോദിച്ചു. വേദി വിട്ടുപോകുന്നതിന് മുൻപ് തന്നെ മന്ത്രി നടപടിയെടുക്കുകയായിരുന്നു. ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ RTOയ്ക്ക് ഉടനടി നിർദ്ദേശവും നൽകി. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ചകൾ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുമെന്ന് കരുതില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർ എഞ്ചിൻ വരുവാന്ന് അദ്ദേഹം വിചാരിച്ച് ഞാനും പേടിച്ചുപോയി. കാരണം അവിടെ നിന്ന് നിറച്ചാളയും വെച്ചുകൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചുകൊണ്ട്. ഇതിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ, നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്, എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇന്ന് പറയാൻ പറ്റൂ, വേറെ ഒന്നും പറയാം. ജനങ്ങൾ തിങ്ങി നിൽക്കുന്നിടത്ത് പോലും ഇത്രയും വേഗതയിൽ വാഹനം ഓടിക്കുന്നെങ്കിൽ പൊതുവഴിയിൽ എന്ത് വേഗത്തിലായിരിക്കും വാഹനം ഓടിക്കുകയെന്നും മന്ത്രി ചോദിച്ചു. ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതല്ല. റോഡിൽ അപ്പോൾ എന്തായിരിക്കും? ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത്? അപ്പോൾ ഈ സാധാരണ പറയില്ലേ, അരി ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ചോറുണ്ട് എന്തോന്നറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട, രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഞെക്കിയാൽ മതി. ഏരിയയിലെല്ലാം ഞാൻ പറയുക, പതുക്കെ ഓടിച്ചോളുക, ഓവർ സ്പീഡ് പറ്റത്തില്ല, റെക്ലെസ് ഡ്രൈവിംഗ് പറ്റത്തില്ല. അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അവർ ചോദ്യം ചോദിക്കാൻ പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടായിരിക്കും. അത് ഓർമ്മ വേണം. അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര വോട്ടവും അനുവദിക്കുന്നതല്ല. എന്നാൽ മന്ത്രിയുടെ നടപടിക്കെതിരെ പലയിടത്തു നിന്നും പ്രതിഷേധമുയരുന്നുണ്ട്. സ്വകാര്യ ബസിന്റെ ഹോൺ കംപ്ലൈന്റ് ആയിരുന്നുവെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.